റംബൂട്ടാൻ്റെ മരമുണ്ട്. എന്നുവെച്ചാൽ അത് നോക്കിയിട്ട് റംബൂട്ടാനൊക്കെ തീർന്നു പോയി എന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കുകയാണ്. അതും പറഞ്ഞാണ് മൂപ്പത്തി ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ വീടിൻ്റെ താഴെയുള്ള വയലിലേക്കാണ് പോകുന്നത്. ഞാനും അക്കടും അന്നും നാച്ചും കൂടി ഇങ്ങനെ മെല്ലെ നടന്നു പോവാണ്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ മീനൊക്കെ പിടിക്കും. നാച്ചു ചെരുപ്പൊക്കെ കൈമേൽ ഊരി പിടിച്ചിട്ട് അക്കുടുവിൻ്റെ കഥയും കേട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അന്നു നാച്ചും കരഞ്ഞിട്ട് ഒരുപാട് ഇരുന്നൊരു നേഴ്സറിയാണ് കേട്ടോ അത്. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും അവർക്കൊരു പേടി. അങ്ങനെ ഞങ്ങൾ വയലൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അക്കുട് കഥ പറയാം കേട്ടോ. ചെറുപ്പത്തോ ഈ പണ്ടേ കള്ളിയായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മീനെ കിട്ടിയോ? എത്ര എണ്ണത്തിനെ കിട്ടി? ടൈഗർ ഫിഷ് ഉണ്ട്. ഇതാണ് ടൈഗർ ഫിഷ്. ഉണ്ടോ ഞായിലേക്കാണ് വിടൂ. ഞങ്ങൾ കുളിക്കാൻ വരുന്ന പോകാതെ. മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത വയലിലേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം വരും കേട്ടോ. നാച്ചും വെള്ളം ഒരു ദിവസം ഉള്ളതായതുകൊണ്ട് ഒക്കെ വെള്ളം ചളിയും കണ്ട് അപ്പയിൽ ഇറങ്ങി വേണം കളിക്കാൻ വേണം. തുള്ളി കളിക്കുകയാണ് കേട്ടോ. നോക്കി നിങ്ങൾ എൻ്റെ ബാക്കിൽ വന്നോളി, ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാറിനായിട്ട് അക്കൂടെ ഞങ്ങൾ മൂന്നാളെയും കൂടി കൂട്ടി മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചളിയും വെള്ളമാട്ടോ ഈ ഇടയിൽ. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. എന്തോ ഒന്ന് കാണാനാണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഈ വെള്ളച്ചാട്ടം കാണിച്ചു തരാനാണ് കേട്ടോ ഓള് ഞങ്ങളെ കൂട്ടി കൊണ്ടുവന്നത്. നല്ല രസമല്ലേ കാണാൻ? അടിപൊളിയുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ബാക്കിൽ വന്നോളി, ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാറിനായിട്ട് അക്കൂടെ ഞങ്ങൾ മൂന്നാളെയും കൂടി കൂട്ടി മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചളിയും വെള്ളമാട്ടോ ഈ ഇടയിൽ. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. എന്തോ ഒന്ന് കാണാനാണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഈ വെള്ളച്ചാട്ടം കാണിച്ചു തരാനാണ് കേട്ടോ ഓള് ഞങ്ങളെ കൂട്ടി കൊണ്ടുവന്നത്. നല്ല രസമല്ലേ കാണാൻ? അടിപൊളിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം കേട്ടോ. അങ്ങനെ അക്കുടുവിൻ്റെ അമ്മേനെ കണ്ട് അമ്മേൻ്റെ ഇടയ്ക്ക് ഇറങ്ങുന്ന പാലത്തുമ്മ കൂടി രണ്ടാളും ഇറങ്ങാൻ നോക്കിയാണ്. അച്ഛന് പേടിയായി പിന്നെ മുന്നോട്ട് തന്നെ കയറിയേ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പീടിയെന്ന് പട്ടാണിക്കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ എല്ലാവരും കൂടി തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. നടന്നുകൊടുക്കുമ്പോൾ അന്നുവിന് എവിടുന്ന് ഒരു മട്ടൽ കിട്ടി. അന്നുവിന് മട്ടൽ ഓല അതൊക്കെ ഭയങ്കര വീക്ക്നെസ് ഉള്ള സാധനം കേട്ടോ. അതും കഴിയുമ്പോൾ പിടിച്ചാൽ കഴിച്ചോളും. പിന്നെ ഞങ്ങളൊരു കാഴ്ച കണ്ടു, ഒരു റംബൂട്ടാൻ വയത്ത് നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്ന് അന്നുവാണെന്ന് ആരോടോ കഥയും പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോണ്ട് അക്കുടുവിൻ്റെ മോനും അമ്മയും അച്ഛനും അക്കുടുവിനെയും കാത്തിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ വീട്ടിലുണ്ടായി പൂവാട്ടോ. അവിടെ നിന്നോട്ടെ ഒരു ഓണത്തിന് പൂവിടാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചാണ്. മല്ലികയുണ്ട്, പിന്നെ സീനിയുണ്ട്. ബൈ.